ഭക്ഷണത്തിന്റെ ശൈലി കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ മാറി നിന്ന് നല്ലതായ ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു പരിധി വരെ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലോക ക്യാൻസർ ദിനത്തെ വിപുലമായി വരവേറ്റ് കിംസ് അൽഷിഫ ആശുപത്രി അതിജീവനം എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാൻസറിനെ അതിജീവിച്ചവരുടെ സംഗമം ശ്രദ്ധേയമായി. വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദബാധയാൽ ഇനി മുന്നോട്ടൊരു ജീവിതമില്ലെന്ന് വിധിയെഴുതിയ നിരവധി രോഗികൾക്കാണ് കിംസ് അൽഷിഫ ആശുപത്രി താങ്ങും തണലുമായത്. ക്യാൻസർ രോഗചികിത്സയിലൂടെ രോഗമുക്തി നേടിയ രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമമാണ് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫ ആശുപത്രിയിൽ അതിജീവനം എന്ന പേരിൽ സംഘടിപ്പിച്ചത്. പരിപാടികളുടെ ഉദ്ഘാടനം കിംസ് അൽഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ പി ഉണ്ണീൻ നിർവഹിച്ചു. 20 സ്ത്രീകളിൽ ഒരു സ്ത്രീയെങ്കിലും അർബുദബാധിതയാണെന്നും ഇപ്പോൾ 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ അർബുദരോഗം കാണുന്നുണ്ടെന്നും ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ ഒരു പരിധിവരെ ക്യാൻസറിനെ അതിജീവിക്കാനാകുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കണക്ക് പറയുന്നത് 10-20 സ്ത്രീകളിൽ ഒരു സ്ത്രീക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്. മുമ്പൊക്കെ 45 വയസ്സിന് ശേഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ 22-23 വയസ്സായ പെൺകുട്ടികൾക്ക് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നുണ്ട്. അതൊക്കെ കണക്കാണ്. അപ്പോൾ അതൊക്കെ ഭക്ഷണത്തിന്റെ ശൈലി കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ മാറി നിന്ന് നല്ലതായ ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു പരിധി വരെ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ബോധവൽക്കരണ പ്രദർശനം, സെമിനാർ, അനുഭവ സാക്ഷ്യം, സൈക്കോതെറാപ്പി, വിവിധ ഇനം മോട്ടിവേഷണൽ മത്സരങ്ങൾ, അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി എംഫാം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ക്യാൻസർ ദിന എക്സിബിഷൻ എന്നിവയോടെയാണ് ഓങ്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അതിജീവനം എന്ന പേരിൽ ക്യാൻസർ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. എങ്ങനെയാണ് ക്യാൻസർ വരുന്നതെന്നും ആ ക്യാൻസർ വന്നാൽ എന്താണ് അതിൻ്റെ ചികിത്സ എന്നും ആ ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രീക്കോഷൻസ് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും വളരെ വിശദമായി തന്നെ ഈ എക്സിബിഷനിലൂടെ നമ്മൾ കണ്ണോടിച്ചാൽ അറിയുന്നതാണ്. തീർച്ചയായും ജനങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സംഘടിപ്പിച്ച ഇത്തരം പരിപാടിയിൽ എല്ലാവിധ ആശംസകളും നേരും. ക്യാൻസർ എന്ന മഹാവിപത്തിനെ ചെറുത്തു തോൽപ്പിച്ച ഓരോ മനുഷ്യരും അതിജീവനത്തിന്റെ നേർസാക്ഷ്യങ്ങളാവുകയായിരുന്നു. ചടങ്ങിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KC പ്രിയൻ അധ്യക്ഷത വഹിച്ചു. ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഫവാസ് അലി മുഖ്യപ്രഭാഷണം നടത്തി. ഓങ്കോ സർജൻ ഡോക്ടർ ജംഷീർ വി, IMA പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി. ഡോക്ടർ സജു സേവ്യർ, ഡോക്ടർ സൗമ്യ, ഡോക്ടർ ഷാഹുൽ ഹമീദ്, ഡോക്ടർ അബ്ദുറഹ്മാൻ, ഷെർലി ജെയിംസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സൈക്കോതെറാപ്പി സെഷൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അശ്വതി പ്രസാദും മോട്ടിവേഷൻ ഗെയിമുകൾക്ക് മുബീന ഷെറിൻ, ചിന്നു EN, സുലേഖ എന്നിവരും നേതൃത്വം നൽകി. ACV ന്യൂസ്, പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.